ഇഫ്താർ ടേബിളിൽ പല കോലത്തിലും ഭാവത്തിലും എത്തുന്ന മുട്ട വെച്ചൊരു സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. ഞാനിവിടെ 4 മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ മുട്ടയും ഇതുപോലെ ലെങ്ത് വൈസിൽ 4ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഫില്ലിങ്ങിന് പാനിൽ കുറച്ച് ഓയിൽ ചൂടാകുമ്പോൾ 2 ഉള്ളി കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത വെളുത്തുള്ളി, 2 പച്ചമുളകും ചേർത്ത് ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്താൽ ഫില്ലിംഗ് റെഡിയായി. ഇനി ബാറ്ററിന് വേണ്ടിയിട്ട് മിക്സിയിൽ 2 മുട്ട, 1 കപ്പ് മൈദ, സെയിം കപ്പിൽ 1 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ, 1/2 ടീസ്പൂൺ പെപ്പർ, കുറച്ച് ഉപ്പും ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാനിൽ കുറച്ച് ഓയിലോ ഗീയോ ഇട്ട് ചൂടാവുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ബാറ്റർ മുക്കാഭാഗം വെച്ചിട്ട് ഉള്ളിന്റെ ഫില്ലിംഗ് ഇട്ടിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓരോ മുട്ടന്റെ സ്ലൈസ് ഇതുപോലെ ലെയർ ചെയ്ത് ബാക്കി ബാറ്റർ ഒഴിച്ച് കവർ ആയാൽ മേലെയും കുറച്ച് ബാക്കി വന്ന ഫില്ലിംഗ് ഇട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് തിൻ റൗണ്ട് സ്ലൈസ് ചെയ്തെടുത്ത് തക്കാളി വെച്ച് കുറച്ച് മല്ലിയില ഇട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മേലെ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയി സൈഡെല്ലാം വിട്ടുവരാൻ തുടങ്ങുമ്പോൾ വേറൊരു ഫ്ലാറ്റ് പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ ഇഫ്താർ ടേബിളിൽ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ ബി ബാക്ക് സോൺ വിത്ത് അനദർ വീഡിയോ.